വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. സോ ഇന്നത്തെ വ്ളോഗ് കുറച്ച് സൂപ്പർ സ്പെഷ്യലാണ്. ബിക്കോസ് ഞാനിപ്പം തലശ്ശേരിയിൽ നിന്ന് കാലിക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ടു മീറ്റ് മൈ കോളേജ് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 11 ഇയേഴ്സിന് ശേഷം കാണാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അങ്ങനെ ദേ ഞാൻ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. നമുക്കിനി നേരെ ഫോക്കസ് മോളിലേക്ക് പോകണം. അവിടെയാണ് എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദേ അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. ഞാനാണിപ്പോൾ ലേറ്റ് ആയത്. ഇത് മഞ്ജു, ഇത് അബി. നമ്മൾ 10 വർഷത്തിന് ശേഷം അല്ലേ, 10-12 വർഷമായിട്ടുണ്ട് അവിടെ. 10-12 വർഷമായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. ഞങ്ങൾ 3 പേരും കോളേജിൽ ഹോസ്റ്റലിൽ ഒരു റൂമിലാണ് താമസിച്ചത്. ആക്ച്വലി ഒരാളും കൂടി ഉണ്ട്, പക്ഷെ അവൾക്ക് ഇന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും മീറ്റ് ചെയ്തു. ഇപ്പോൾ എല്ലാവരും കല്യാണം കഴിഞ്ഞ് വേറെ വേറെ സ്ഥലത്ത് സെറ്റിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മീറ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല. ബട്ട് താങ്ക്സ് ടു ടെക്നോളജി, ബിക്കോസ് നമ്മൾ എപ്പോഴും വീഡിയോ കോൾ അല്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു എന്താ പറയുക, ഒരു മിസ്സിങ് ഉണ്ടായിരുന്നില്ല. ബട്ട് വെൻ വി മെറ്റ് ആ ഒരു ബോണ്ട് വാസ് സ്റ്റിൽ ദ സെയിം. പഴയ കോളേജ് ലൈഫ് പോലെ തന്നെയായി. കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാരഗണിൽ ഭയങ്കര തിരക്ക്. അപ്പം നമുക്ക് പോകാൻ സ്ഥലം അന്വേഷിച്ചിട്ട് നമ്മൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ റമദാൻ മാസം ആയതുകൊണ്ട് പാരകളിലൊന്നും അത്ര തിരക്കുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. ബട്ട് ദ ലൈൻ വാസ് ക്രേസി ലോങ്. ആൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയം കൂടി ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എല്ലാവർക്കും തിരിച്ച് വീട്ടിലേക്ക് പോകണം, ട്രെയിൻ പിടിക്കണം, ബസ് പിടിക്കണം, അതിൻ്റെ ഒക്കെ തിരക്കായിരുന്നു. അങ്ങനെ എവിടെ പോകും എന്നുള്ളത് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഓക്കെ എന്നാൽ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് ഇവിടെ കാലിക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, നേരെ അങ്ങോട്ടേക്ക് വിട്ടാലോ എന്ന് ആലോചിച്ചത്. സോ നേരെ ബീച്ച് റോഡിലുള്ള ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ആൻഡ് അവരുടെ ആംബിയൻസ് നല്ല അടിപൊളി ആംബിയൻസ് ആണ്, പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒക്കെ. ഇവിടെ കയറി വരുമ്പോൾ തന്നെ 2 സൈഡിലും ഇതേപോലെ മിറേഴ്സ് ഉണ്ട്. സോ അവിടെ വെച്ചിട്ട് എല്ലാവരും പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യാറുണ്ട് വരുന്നവരൊക്കെയെന്ന് അവിടെ റിസപ്ഷനിലുള്ള ലേഡി പറഞ്ഞു. അവരും ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റാഫായിരുന്നു. പിന്നെ നല്ല ആംപിൾ പാർക്കിംഗ് സ്പേസും ഉണ്ട്. സോ നിങ്ങൾക്ക് പാർക്കിങ്ങിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾ കയറി വരുമ്പം കാണുന്നത്. സോ യൂഷ്വൽ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ്സിൽ വെക്കുന്ന പോലെ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട് സെലിബ്രിറ്റീസും ആയിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ സ്റ്റേഴ്സ് കണ്ടുകൊണ്ട് ഞങ്ങൾ ഡൈനിങ് ഏരിയ മേലെ ആയിരിക്കും എന്ന് വെച്ചിട്ട് മേലേക്ക് പോകാൻ പോയപ്പോഴാണ് അവർ പറഞ്ഞത് മേലെ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. സോ താഴെയാണ് അവരുടെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ ഫുൾ ലൈറ്റ്സും മിറേഴ്സും പെയിൻറ്റിങ്സൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഉള്ളിൽ അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ മേലെയും കൂടി തുറന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം ബീച്ച് ഫേസിംഗ് ആണ്. മേലെ നമുക്ക് ബാൽക്കണിയിൽ ഇരുന്നിട്ടും കഴിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്യും തോന്നുന്നു. അപ്പോൾ ബീച്ച് ഫേസിംഗ് ആയിട്ടും നിങ്ങൾക്ക് ഡൈനിങ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡിഷ് വന്നിട്ടുണ്ട്. ഇത് മഞ്ജു ഓർഡർ ചെയ്തൊരു ഡിഷാണ്. ഇതിൻ്റെ പേരാണ് ഇഞ്ചിപ്പുളി ചിക്കൻ വിങ്സ്. ഇതൊരു സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ അബി കുറച്ച് കാലമായിട്ട് ഇപ്പോൾ നോൺ വെജ് ഒന്നും അധികം കഴിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് കഴിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ടേസ്റ്റ് ചെയ്തതാണ്. പക്ഷേ അവൾക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇത് ഓർഡർ ചെയ്യാൻ പറഞ്ഞ ആളുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓർഡർ ചെയ്ത ആൾക്ക് എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ലോലിപോപ്പിനെ പുളിയിഞ്ചിയിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ എങ്ങനെയുണ്ടാവും ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവൾക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കും അത് കഴിച്ചപ്പം കുഴപ്പമൊന്നും തോന്നിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഇതുവരെ നമ്മൾ അങ്ങനെ ചിക്കൻ ലോലിപോപ്പിനെ പുളിയിഞ്ചി ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കില്ലല്ലോ. സോ ആ ഒരു ഡിഫറെൻറ്റ് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അബി ഇവിടെ കാര്യമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അടുത്താണ്. അപ്പോഴേക്കും നമ്മുടെ മെയിൻ ഡിഷും വന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് നൂൽ പൊറോട്ടയും പിന്നെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അവരുടെ സിഗ്നേച്ചർ ഡിഷ് ട്രൈ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കരിമീൻ നിർവാണയാണ് വാങ്ങിച്ചത്. ഞാൻ തൃശ്ശൂരുള്ള ഷെഫ് പിള്ളെ റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് സീർ ഫിഷിൻ്റെ നിർവാണം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഞ്ജുവും അബിയൊക്കെ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അവരുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കട്ടെ. അങ്ങനെ
അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇരുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒരു വരാന്ത പോലത്തെ സ്പേസ് ഉണ്ട്. സോ ഞങ്ങൾ അവിടെയും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. എനിക്ക് തോന്നിയത് ഒരു പഴയ തറവാട് വീടിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ആക്കിയാൽ എങ്ങനെയുണ്ടാവും, ആ ഒരു വൈബാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഒരുപാട് പെയിൻറ്റിങ്സ്, മിറേഴ്സ് എല്ലാം വെച്ചിട്ട് നല്ല കിടിലൻ ആംബിയൻസ് ആണ്. ആൻഡ് ഫ്രണ്ട്സ് കൂടി ഉള്ളത് കൊണ്ട് ഇറ്റ് വാസ് ഈവൻ മോർ സ്പെഷ്യൽ. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് തീർന്നു. ലഞ്ചും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും തിരിച്ചു പോകാനുള്ള ടൈമായി. ഞാൻ വീണ്ടും കോഴിക്കോട് സ്റ്റേഷനിലെത്തി എൻ്റെ ട്രെയിൻ കയറി. ഇനി ബാക്ക് ടു തലശ്ശേരി. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വ്ളോഗ് ഗൈസ്. എനിക്കൊരു പ്രോപ്പർ വൈൻഡപ്പ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ബിക്കോസ് ട്രെയിൻ പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് കമ്മിങ് അലോങ് വിത്ത് മീ ടു കാലിക്കറ്റ്. ഞങ്ങളെടുത്ത കുറച്ച് പിക്ചേഴ്സ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ദീസ് മൊമെന്റ്സ് ആർ വാട്ട് വീൽ ചെറിഷ് അൺടിൽ വി മീറ്റ് അഗൈൻ. അപ്പം നമുക്കിനി വേറെ വ്ളോഗായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.